ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു ഡ്രസ് കാറ്റഗറിയാണ് പ്രിൻറ്റഡ് മാക്സി ഡ്രസ്സസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ഫ്ലെയർ അല്ലെങ്കിൽ ലോങ് ഗൗൺ എന്നൊക്കെ പറയും. ഫുൾ കവറേജ് ആണ്, ഫുൾ കംഫർട്ടബിൾ ആണിത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഈ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഇതുപോലെയുള്ളൊരു ബെൽറ്റ് മാക്സി ഡ്രസ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്തിനാണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഹ്യൂമൻ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് ലൈൻ്റെ അവിടെ തീരെ വിടുത്തില്ലാണ്ടാണ്. അപ്പം അവിടെ ഒരു സെപ്പറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഭംഗിയാണ്. അതായത് നമുക്ക് എപ്പോഴും ഭംഗി ഒറ്റ സിംഗിൾ പീസ് ഡ്രസ്സിനേക്കാളും നമുക്ക് എപ്പോഴും 2 പീസായിട്ട് ടോപ്പ് പാൻസ് അല്ലെങ്കിൽ സ്കേർട്ട് ടോപ്പ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചുരിദാറാണെങ്കിലും അതിനും അവിടെ ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്, ഒരു ബ്രേക്ക് വരുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു പിക്ക് കൊടുക്കുന്നുണ്ട്. സോ ഫസ്റ്റത്തെ പിക്കിൽ ആ ഡ്രസ്സിൻ്റെ ഭംഗി ആ ബെൽറ്റ് കൂട്ടുന്നുണ്ട്. രണ്ടാമത്തെ പിക്കിൽ നോക്കുമ്പോൾ നമുക്ക് എന്തോ സംതിങ് മിസ്സിങ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് അല്ലാതെ ഒരു ബലൂൺ ഔട്ട്ഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. സോ ആ ഒരു ബലൂൺ എഫക്റ്റിന് അല്ലെങ്കിൽ ഒരു ബോക്സ് ലൈക്ക് സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ബ്രേക്ക് കൊടുത്ത് ഒരു ബെൽറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ളൊരു ലുക്ക്, ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ് നമുക്ക് തരാം. ഇനി ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഡ്രസ്സ് ലൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് എന്തായാലും ഡാർക്ക് കളർ എടുക്കുക. ഇനി ഓപ്പോസിറ്റ് ആണെങ്കിൽ ഡ്രസ്സ് ഡാർക്ക് ആണെങ്കിൽ ബെൽറ്റ് ലൈറ്റ് കളറും യൂസ് ചെയ്യുക. ഇങ്ങനത്തെ ലൂസ് ഫ്ലെയർ ഡ്രസ്സസ് നമ്മൾ ബെൽറ്റ് ഇല്ലാണ്ട് യൂസ് ചെയ്യണതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ നൈറ്റി നമുക്ക് തരുന്ന ഒരു കംഫർട്ടബിൾ ഫീലിങ്ങും അതാണ്. സോ അവിടെ ആ ഒരു സെപ്പറേഷൻ നൈറ്റിക്കില്ല, അതൊരു ബോക്സ് പീസ് പോലെയാണല്ലേ, സ്ട്രെയിറ്റ് ആയിട്ടൊരൊറ്റ പീസാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സിനേക്കാളും നമുക്ക് എപ്പോഴും ഭംഗി ഉണ്ടാവുക ഒരു സെപ്പറേഷൻ കൊടുക്കുമ്പോഴാണ്, ഒരു ബ്രേക്ക് നമ്മളുടെ വേസ്റ്റ് ലൈനിൻ്റെ അവിടെ ആയിട്ട് ഒരു ബ്രേക്ക് കൊടുക്കുമ്പോഴാണ് എപ്പോഴും ഭംഗി ഉണ്ടാവുക. സോ ആ ഒരു ഡ്യൂട്ടിയാണ് ഇവിടെ ബെൽറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളൊരു ഡ്രസ്സിലേക്ക് നിങ്ങളൊരു ബെൽറ്റ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ടോട്ടൽ ഔട്ട്ഫിറ്റ് കുറച്ചും കൂടിയും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ ഡ്രസ്സിലേക്കും ബെൽറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ്. ഇപ്പോൾ ഫ്ലെയർ ഡ്രസ്സിലേക്കൊക്കെ നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. യൂസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും കൂടി ഇതാണ്. പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ ഒരു ബെൽറ്റ് നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം. അപ്പോൾ അത് വേസ്റ്റ് ആവുകയൊന്നുമില്ല. അപ്പോൾ മീഷോ പോലുള്ള സൈറ്റ്സിലൊക്കെ നമുക്ക് ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള ബെൽറ്റ് കാണാൻ പറ്റും. സോ ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ചെറിയ കാര്യമാണെങ്കിലും വലിയ എഫക്റ്റ് തരുന്ന ഒരു കാര്യമാണ്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിന് എന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് പറയുകയാണ്. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ കണക്റ്റഡ്. ഹാവ് എ നൈസ് ഡേ.